നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി വേണ്ട എന്ന സംസ്ഥാന പ്രസിഡന്റ് നിലപാടിൽ BJP നേതാക്കൾക്ക് എതിർപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,000 വോട്ട് നേടിയ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുന്നത് അബദ്ധമെന്നാണ് നേതാക്കൾ NDAയുടെ കോർ കമ്മിറ്റിയിലും BJPയുടെ കോർ കമ്മിറ്റിയിലുമൊക്കെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ താൻ വേറൊരു രാഷ്ട്രീയമാണ് പിന്തുടരുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത് പറയൂ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്താത്തതിനെ ചൊല്ലി സംസ്ഥാനത്തെ BJP നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ ഇപ്പോൾ സീറ്റ് NDAക്ക് കൈമാറിയിരിക്കുകയാണ്. 17,500 പരം വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രന് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം ലഭിച്ചത്. അത്രയധികം വോട്ടുള്ള ഒരു സ്ഥലത്ത് മത്സരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് BJPയുടെ കോർ കമ്മിറ്റി യോഗം ഓൺലൈനായി ചേർന്നിരുന്നു. ഈ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ P.K. കൃഷ്ണദാസാണ് മത്സരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ആദ്യമായി വെച്ചത്. അതിനോട് സംസ്ഥാന പ്രസിഡന്റ് യോജിച്ചു. എന്നാൽ N. രാധാകൃഷ്ണൻ മത്സരിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ ഡോക്ടർ K.S. രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കന്മാരും മത്സരിക്കണമെന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ മത്സരിക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിൽ പ്രസിഡന്റ് ഉറച്ചുനിന്നു. ജനാധിപത്യത്തിൽ ലാഭനഷ്ടം നോക്കി ഇടപെടാൻ കഴിയില്ല, രാഷ്ട്രീയത്തിൽ മത്സരിച്ചേ മതിയാകൂ എന്ന അഭിപ്രായം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഐ ആം പ്രാക്ടീസിംഗ് എ ഡിഫറന്റ് പൊളിറ്റിക്സ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. താൻ വേറൊരു രാഷ്ട്രീയ രീതിയാണ് പിന്തുടരുന്നതെന്നായിരുന്നു. ഇതിനാണ് ഇപ്പോൾ കടുത്ത എതിർപ്പുണ്ടായിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസിഡന്റ് വിദേശത്തേക്ക് പോയതിലും പാർട്ടിക്കകത്ത് എതിർപ്പുണ്ട്. പാർട്ടി നേതാക്കളോട് പറയാതെയാണ് വിദേശത്തേക്ക് പോയത്. ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെ ആണ് പ്രസിഡന്റ് വിദേശത്താണെന്ന കാര്യം അറിഞ്ഞത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ BJP നേതാക്കളിൽ വരുന്നുണ്ട്. എന്തായാലും BJP സംസ്ഥാന നേതൃത്വത്തിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ നിറയുന്നത്. താങ്ക് യു.